എല്ലാ മനുഷ്യരിലും 3 സ്വിച്ചുകളുണ്ട്. അതിലൊരു സ്വിച്ച് പ്രൊജക്റ്റ് ചെയ്യുന്ന സ്വിച്ച് അവരുടേത് മാത്രമായൊരു സ്വിച്ച് ആയിരിക്കും. ആ സ്വിച്ച് കണ്ടെത്തുക എന്നുള്ളത് ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭാര്യ ഭർത്താവിൻ്റെ സ്വിച്ച് കണ്ടെത്തുക, ഭർത്താവ് ഭാര്യയുടെ സ്വിച്ച് കണ്ടെത്തുക. ചില ആളുകളുണ്ട്, അവർ ഈ സ്നേഹം എന്ന് പറയുന്നത് കാഴ്ചയിലൂടെ അനുഭവിക്കുന്ന ആളുകളായിരിക്കും. ഭർത്താവ് അങ്ങനെയാണെങ്കിൽ അയാൾ ഇഷ്ടം പോലെ നല്ല അടിപൊളി വസ്ത്രങ്ങൾ, നല്ല ആഭരണങ്ങൾ, നല്ല വീട്, നല്ല കാറ്, നല്ല ടൂറ് അയാൾ ഇടയ്ക്കിടയിൽ കൊടുത്തുകൊണ്ടിരിക്കും. ഭാര്യയും ഈ കാഴ്ചയിലൂടെ സ്നേഹം അനുഭവിക്കുന്ന ആളാണെങ്കിൽ വീടിൻ്റെ അകമാകെ ഭയങ്കര സൗന്ദര്യം ഉണ്ടായിരിക്കും, നല്ല ഇൻറ്റീരിയർ ആയിരിക്കും. അവൾ നല്ല ഇഷ്ടം, നല്ല അടിപൊളി വസ്ത്രമൊക്കെ ധരിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ വീടിൻ്റെ അകത്തുണ്ടായിരിക്കും. നല്ല കാഴ്ചയുടെ അനുഭവങ്ങളായിരിക്കും സമ്മാനിക്കുക. പക്ഷെ അങ്ങനെ പോകുമ്പോഴും ചിലപ്പോൾ ഭാര്യയുടെ സ്വിച്ച് മാറ്റുകയാണെങ്കിൽ ചിലപ്പോൾ അവൾ ചോദിച്ചേക്കാം, മനുഷ്യ നിങ്ങൾ ഇതുവരെ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ മനുഷ്യ? ഇയാളാകെ ഞെട്ടിപ്പോവും. നിങ്ങൾ എന്നെ സ്നേഹത്തിനൊരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ മനുഷ്യ? ഓ പിന്നെ ഞാൻ ആർക്കാണ് ഇതൊക്കെ സമ്പാദിച്ചു വെക്കുന്നത്? നിനക്ക് വേണ്ടിയല്ലേ? കമോൺ, ഐ ലവ് യു. അയാൾ കഠോര ശബ്ദത്തിൽ അവളോട് പറഞ്ഞേക്കും. അപ്പോൾ അവൾക്ക് മനസ്സിലാവും ഈ മനുഷ്യൻ ഇയാൾക്ക് ഒരു കാലത്ത് എന്നെ സ്നേഹിക്കാൻ പറ്റില്ല. അവൾ ആഗ്രഹിച്ചത് ഏറ്റവും മനോഹരമായൊരു ശബ്ദത്തിൽ, ഹൃദയം ചേർത്ത് വെക്കുന്നൊരു മനോഹരമായ ശബ്ദത്തിൽ, ശ്വസനം പോലും കൃത്യമാകുന്ന മനോഹരമായൊരു വോയിസിൽ ഐ ലവ് യു, നിന്നെ എനിക്കിഷ്ടമാണ്, നീ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം കോഞ്ഞാട്ടിയായി പോയനെ. ഇങ്ങനെയൊക്കെ ഒരു വാക്കായി നമ്മൾ പ്രതീക്ഷിച്ചത്. അവൾ നിങ്ങൾ ഒരുമിച്ച് ജീവിതകാലമൊക്കെ ഉണ്ടാവും കേട്ടോ, എവിടെയും ചാടിപ്പോവുകയും ചെയ്യില്ല. പക്ഷേ എപ്പോഴെങ്കിലും മനോഹരമായൊരു ശബ്ദം അവളെ തേടി എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവളുടെയും നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ വഴിമാറിപ്പോയേക്കാം. ചില വാർത്തകൾ നമ്മൾ കാണാറില്ലേ? ആ വാർത്തകൾ വായിക്കും. ചിലപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറയാറുണ്ട്, അവരുടെ സ്വിച്ച് മാറിപ്പോയി. ചില ആളുകൾ, ഭർത്താക്കന്മാർ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും സംസാരിച്ചിട്ട്, മുമ്പ് പ്രേമിച്ചിട്ടൊക്കെ നല്ല അടിപൊളി അനുഭവമൊക്കെ ഉണ്ടാവും, നല്ല 2 ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, എപ്പോഴും നല്ല വാക്കുകളായിട്ട് ഭാര്യയുടെ പിന്നാലൊക്കെ കൂടുന്നുണ്ടാവും. പക്ഷെ അപ്പോഴും ചിലപ്പോൾ ഭാര്യയുടെ സ്വിച്ച് മാറ്റായിരിക്കും. അവൾ പറയും, മനുഷ്യ നിങ്ങൾ ഇതുവരെ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? സ്നേഹത്തോടെ എന്നെ ഒന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടോ മനുഷ്യ? അപ്പോൾ അയാൾ പറയും, അതാണ് വലിയ കാര്യം, കമോൺ. അത് നമ്മൾ പറയുക ധൃതരാഷ്ട്രാലിംഗനം എന്നാ പറയുക. അവൾ തവിട് പൊടിയായി പോവും. അവൾ ആഗ്രഹിച്ചത് അവളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്ന് തലോടുക, ഒന്ന് തൊടുക, ഒന്ന് മനോഹരമായി ചുംബിക്കുക. അവളും ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ വഴക്കു പറഞ്ഞും ശകാരിച്ചും നിങ്ങൾ ഒരുമിച്ചുണ്ടായേക്കാം. പക്ഷെ എങ്കിലും ജീവിതത്തിൻ്റെ എപ്പോഴെങ്കിലും മനോഹരമായൊരു സ്പർശനം അവളെ തേടി എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവളുടെയും നിങ്ങളുടെ ജീവിതം വഴിമാറിപ്പോയേക്കാം. അതുകൊണ്ട് സ്വിച്ചുകൾ കണ്ടെത്തുക. രണ്ടുപേരും, ഭാര്യ ഭർത്താവിൻ്റെ സ്വിച്ച്, ഭർത്താവ് ഭാര്യയുടെ സ്വിച്ച്. ലൈഫ് അടിപൊളിയാകും.